അപ്പോൾ ഇതാണ് ഇന്നലെ മണാലിയിൽ എടുത്തിട്ടുള്ള റൂമിൻ്റെ ഉൾവശം. 4 പേർക്ക് കിടക്കാവുന്നൊരു വലിയ റൂമായിരുന്നു കേട്ടോ. മണാലി അതിൻ്റെ റൂമിൽ നിന്നുള്ള പുറത്തേക്കുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. അത്യാവശ്യം മണാലി ടൗണ് കാണാവുന്ന രീതിയിലുള്ള ഒരു വ്യൂ സെറ്റ് ചെയ്തിട്ടുള്ള റൂമാണിത്. എന്തായാലും ഇന്ന് ഇവിടുന്ന് ചെക്കൗട്ടാണ്. നമ്മൾ ഒരു ദിവസം മാത്രമേ ഇവിടെ തങ്ങുന്നുള്ളൂ. ലഗേജ് ലിഫ്റ്റിനടുത്ത് വെയിറ്റ് ചെയ്ത് നമ്മൾ കുറച്ച് സമയം നിന്നു. ലിഫ്റ്റ് കംപ്ലൈൻ്റ് ആയിരുന്നു, ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നുണ്ടായില്ല. അവസാനം നമ്മൾ സ്റ്റെയർ വഴി. ഇപ്പോൾ പതിവ് പോലെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആലു പൊറോട്ട വിത്ത് ദഹി ആൻഡ് പിക്കിള്. എന്താ ടേസ്റ്റ് എന്താ അവസ്ഥ ജയമേ? ജസ്റ്റ് ഓക്കെ കഴിക്കാം. നമ്മുടെ അഡീഷണല് പറഞ്ഞിട്ടുള്ള പുലാവ് അല്ലേ? പുലാവ് അല്ല പുഹ. അങ്ങനെ നമ്മുടെ ഒരു അച്ചീവ്മെൻ്റായ അടൽ ടണൽ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇതാണ് അടൽ ടണൽ. ഇവിടുന്ന് അങ്ങോട്ട് തുരങ്കം സ്റ്റാർട്ട് ചെയ്യാണ്. ഏകദേശം ഒരു 9 കിലോമീറ്ററോളം ലെങ്ത് ഉണ്ട് ഇതൊരു തുരങ്കത്തിന്. അപ്പോൾ നമ്മൾ അടൽ ടണൽ വഴി കയറിപ്പോയില്ല, കാരണം ഗ്യാസ് സിലിണ്ടർ നമ്മുടെ കയ്യിലുള്ളതുകൊണ്ട് അടൽ ടണൽ വഴി ഗ്യാസ് സിലിണ്ടർ കടത്തി വിടില്ല. അപ്പോൾ അവിടെ ഒരു മലയാളി പോലീസുകാരുണ്ടായിരുന്നു. ചോദിച്ചു പുള്ളി ഗ്യാസ് സിലിണ്ടർ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അഥവാ അത് ചെക്കിങ്ങിൽ പെടുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നേരെ എന്ത് ചെയ്തു, തിരിച്ചു വന്ന് നമ്മൾ കോത്തി വഴി കയറാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ആ റൂട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ഒന്ന് കയറിയപ്പോൾ ചെറിയ റോഡാണെങ്കിലും കുറച്ച് മുകളിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ റോഡ് വീതി കൂടിയിട്ടുണ്ട്, നന്നാക്കിയിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കുറച്ച് പേടിച്ചു, കാരണം ഒരു വണ്ടിക്ക് പോകാനുള്ള ഇതുണ്ടായിരുന്നുള്ളൂ. പുതിയതായിട്ട് ഇത് ഇപ്പോൾ ഈ റോഡ് പണി കഴിഞ്ഞ എല്ലാം ഫുൾ കണ്ടീഷനുള്ളത്. റോഡിൻ്റെ അവസ്ഥ വീണ്ടും പരിതാപകരമായിട്ടുണ്ട്. നമ്മൾ കുറച്ച് സ്ഥലം നല്ലതായിട്ട് കണ്ടപ്പോൾ ഒന്ന് പറഞ്ഞതാണ്, അത് തിരിച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ റോഡ് വീണ്ടും വീതി കുറഞ്ഞ് നല്ല മോശപ്പെട്ട റോഡിലേക്ക് വന്നിട്ടുണ്ട്. ചെക്ക് പോസ്റ്റിലെത്തി. ഇവിടെ നമ്മൾ പാസ് കാണിച്ച് യാത്ര തുടരുകയാണ്. അപ്പോൾ ആ സമയത്ത് ഒന്ന് ആപ്പിൾ വാങ്ങിക്കാൻ വേണ്ടി കയറിയതാ. 100 രൂപ കിലോ അല്ലേ? ഫ്രഷാ? പഴക്കണ്ടല്ലേ, സീസൺ അല്ലല്ലോ, എന്തായാലും ഇങ്ങനത്തിന് കിട്ടുന്നുണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മളൊരു രക്ഷപ്പെട്ട സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ 11:45 12 മണി വരെയുള്ളൂ ഇതിൽ കൂടി വണ്ടി കടത്തി വിടുക. നമ്മൾ കറക്റ്റ് 11:45 ഇവിടെ എത്തിച്ചേർന്നു. നമ്മൾ പ്രിന്റിൽ നമ്മൾ പറഞ്ഞു, പക്ഷെ അതിൽ എന്തൊക്കെയാ ചെക്ക് പോസ്റ്റിന്റെ പേരും കാര്യങ്ങളൊക്കെ എഴുതുന്നുണ്ട്, പക്ഷെ നമുക്ക് മനസ്സിലാണില്ല. ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ്. ഇവിടെ ഒരുപാട് കടകളുണ്ട് നമുക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതിൽ ഏതാണ് നല്ലത് ഏതാണ് മോശം എന്നൊന്നും അറിയില്ല. എന്തായാലും നമ്മളിതായി സഗ്ഗു പഞ്ചാബി ധാബ ഇവിടെ കയറുന്നുണ്ട്. ഇത് എന്താണ് അവസ്ഥ എന്നുള്ളത് ജിമ്മിൻ്റെ മുഖം കണ്ടിട്ട് വലിയ സുഖം തോന്നില്ല. എന്താടാ മടി എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞത്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഹൈറ്റ് 11,200 അടി ഹൈറ്റിൽ സി ലെവലിൽ നിന്ന് ഇത് സ്ഥിതി ചെയ്യുന്നത്. വീണ്ടും ഫുഡ് വന്നു. ഇന്നും പതിവ് പോലെ റൊട്ടി. തന്തൂരി റൊട്ടി അല്ല, അത് സാധാ റൊട്ടി, തവാ റൊട്ടിയാണ്. കുറച്ച് പ്ലെയിൻ റൈസ് എടുത്തിട്ടുണ്ട്, ഗ്രീൻ പീസ്, ദാൽ ഫ്രൈ. ഇത് ഗ്രീൻ പീസും കിഴങ്ങൂല. അപ്പോൾ ഇന്ന് ഏറ്റുമുട്ടൽ തുടങ്ങുകയാണ് ഉച്ചക്കത്തെ. ഇതാണ് രോഹ്താങ് പാസിൻ്റെ ബോർഡ്. ഇവിടെ നല്ല തിരക്കാണ്, നല്ല കാറ്റാണ്, നല്ല തണുപ്പാണ്. 1358 അടി ഉയരം. കാലാവസ്ഥ നമുക്ക് നല്ല കാറ്റുണ്ട്. ഇവിടെ ഒടുക്കത്തെ തണുപ്പാണ്. നമുക്ക് ലുക്ക് നമ്മളെ ഫേസ് ഇതൊന്നും കാണാം, കൈയൊക്കെ ഇതൊക്കെ കറുക്കാണ്. തണുപ്പ് അടിച്ച് കയറാം. ഫുൾ കവർ ചെയ്യാതെ ഇവിടെ ഒരു രക്ഷയില്ല നിൽക്കാൻ. സംസാരം കേൾക്കുന്നതെന്ന് തന്നെ അറിയില്ല, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് മാസ്ക് ഒക്കെ വെച്ച് മുഖം ഫുള്ള് കവർ ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അതായത് ഓൾറെഡി ടെമ്പറേച്ചർ കാണിക്കുന്നത് 4 ആയിരുന്നു. അതിൻ്റെ പുറമെ നല്ല കാറ്റുണ്ട് ഇവിടെ. നന്നായിട്ട് ടെമ്പറേച്ചർ കുറവായിട്ടാണ് ഫീൽ ചെയ്യണത്. എന്തായാലും അധിക സമയം ഇവിടെ നിൽക്കാൻ കഴിയില്ല, കാരണം ഫോട്ടോ എടുക്കുന്നിടത്ത് അവിടെ ഫോട്ടോ എടുക്കുന്നിടത്താണ് നല്ല തിരക്കുണ്ട്. പിന്നെ അവിടെ ആക്ടിവിറ്റികളുണ്ട്. കുതിരപ്പുറത്ത് പോയിട്ട് നമുക്ക് അപ്പുറത്ത് മഞ്ഞ് വീണിട്ടുണ്ട് ഇന്നലെ. അപ്പോൾ അതിൻ്റെ മഞ്ഞ് വേണമെങ്കിൽ കാണാൻ പോവാം. അല്ലെങ്കിൽ ഇതുപോലത്തെ ബൈക്സ് ഉണ്ട്, ഈ ബൈക്സിലും നമുക്ക് അതുവരെ പോകാൻ പറ്റും. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല തിരക്കുണ്ട്, നല്ല ക്രൗഡുണ്ട്.
എനിക്കിങ്ങനെ ഓഫ് സീസണിൽ ഇത്രയും ക്രൗഡാണെങ്കിലും സീസണിൽ ഇവിടെ വരാൻ പറ്റില്ല. എനിക്ക് വേറെ ഒരു ഫോട്ടോ എടുക്കാൻ പോലും കഴിയുണ്ടാവും എനിക്ക് തോന്നുന്നില്ല. നാട്ടിൽ നിന്ന് പോന്നിട്ട് നമ്മുടെ വണ്ടി ഒരു കുളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. കണ്ടോ, ഒരുമാതിരിപ്പെട്ട പൊടിയൊക്കെ പോയി. കാരണം ഈ റൂട്ടിൽ അധികം ഉണ്ടായിരുന്നത് പൊടിയായിരുന്നു. ചെളി, നമ്മൾ മഴയ കാലാവസ്ഥ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ചെളി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരുമാതിരിപ്പെട്ട പൊടിയും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അടൽ ടണലിൻ്റെ എക്സിറ്റ്. ഇവിടെ അതേപോലെ ഒരു ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ടടാ. ഒരു പെട്രോൾ പമ്പിൽ നമ്മൾ പെട്രോൾ ഫില്ല് ചെയ്യാൻ കയറിയതാണ്. നമ്മൾ ഇന്നത്തെ സ്റ്റേ ഈ ഹിമാലയൻ ഗ്രീൻലാൻഡ്. ഒരാവറേജ് റൂം, പിന്നെ അധികമൊന്നും മെനക്കെട്ടില്ല. കിലോങ്ങിലൊക്കെ റൂം കിട്ടാൻ ബുദ്ധിമുട്ടാവുന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മളധികം റിസ്ക് എടുത്താൽ തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഫാർമസി കയറിയിട്ട് ഒരു AMC ടാബ്ലറ്റ് മേടിക്കാൻ വേണ്ടിയിട്ട് നിന്നതായിരുന്നു. തൊട്ട് മുന്നിൽ തന്നെ ഉള്ളൊരു റൂം ചോദിച്ചു, 1500 രൂപ പറഞ്ഞു. റൂം എടുത്തു. ഒരു ആവറേജ് റൂം. ഇന്നത്തെ ഡിന്നർ ഫുഡാണ്. റൈസ്, ഒരു പരിപ്പ് കറി, കുറച്ച് സവാള, ഒരു കിഴങ്ങ് വെച്ചിട്ട് എന്തോ ഒരു സാധനം, പിന്നെ അത് അച്ചാറുണ്ട്, ഓംപ്ലേറ്റ് ഉണ്ട്, പിന്നെ ചപ്പാത്തി ഉണ്ട്. അതായത് താലിയാണ് ഇന്നത്തെ ഡിന്നർ മെനു. ഓംപ്ലേറ്റ് നമ്മൾ അഡീഷണൽ പറഞ്ഞതാട്ടോ, താലിയിൽ പെടൂല.